ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സമ്മറിൽ യു കെയിൽ എങ്ങനെയാണ് യു കെയിലെ പാർക്കും അതുപോലെ ഇവിടുത്തെ ചെടികളും മരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻ്ററിൽ എങ്ങനെയായിരിക്കും അതേ ആ ഒരു റൂട്ടിലൂടെ തന്നെ നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ അവിടുത്തെ മരങ്ങളും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ സണ്ണി ഹിൽ പാർക്കിലൊക്കെ തന്നെയാണ് റൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല സമ്മർ ടൈമിലായിരുന്നു. അപ്പോൾ സമ്മർ ടൈമിൽ ഇവിടെ എല്ലാ ട്രീസിലെല്ലാം നല്ല ഇലകളും മൊത്തം പച്ചപ്പും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ വിൻ്റർ ടൈമിലുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം പാർക്കിൽ സെയിം റൂട്ടിൽ തന്നെ ഇന്ന് സൈക്കിൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു എൻട്രൻസ് ആണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ എൻട്രൻസ് കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ കയറാം. അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറുന്നില്ല തൽക്കാലം. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇന്ന് അത്യാവശ്യം കാറുകളെല്ലാം പാർക്കിങ്ങിലുണ്ട്. ഇതൊരു ഉച്ച സമയമാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇവിടുത്തെ സണ്ണി ഹിൽ കഫേയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് ഈ പോകുന്ന രണ്ടാളുകളൊക്കെ ഉണ്ടില്ലേ, അവരുടെ കയ്യിലൊരു ഡോഗുണ്ട്, ഒരു ലാബ്രഡോർ. അവർ ഉന്തിക്കൊണ്ട് പോകുന്ന സ്ട്രോളർ ഇല്ലേ, അത് സാധാരണ കുട്ടികളുടെ സ്ട്രോളറാണ്. പക്ഷേ ഇതിൽ കുട്ടിയല്ല ഉള്ളത്, നമ്മുടെ ഡോഗിന് വേണ്ടിയിട്ടുള്ള സ്ട്രോളറാണ് അത്. ഡോഗിന് ചിലപ്പോൾ നടന്ന് കാലുവേദന എടുത്ത് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാനായിരിക്കും. എനിവേ ആ സ്ട്രോളറിൻ്റെ അകത്ത് അവൻ്റെ ടോയ്സും അവൻ്റെ ലീഷും അവൻ്റെ ട്രീറ്റും എല്ലാമാണ് ഞാൻ കണ്ടത്. നല്ല വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെന്നീസ് ബോൾ കോർട്ടും ബാസ്ക്കറ്റ് ബോൾ കോർട്ടും എല്ലാം ഫ്രീ ആണ് കേട്ടോ. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഈ പാർക്കിൽ നിന്ന്. ജിമ്മിൽ പോലും ആരെയും കാണുന്നില്ല, ഒരാൾ മാത്രമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുട്ടികളുടെ പാർക്കിലും ഒരാൾ പോലും ഇല്ല. കാരണം ഇന്നിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടും കുട്ടികളെല്ലാം സ്കൂളിലായതുകൊണ്ടും വിൻ്റർ ടൈം ആയതുകൊണ്ടും വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഈവനിങ്ങിലാണെങ്കിൽ പോലും വളരെ കുറച്ച് ആളുകൾ ഈ സമയത്ത് യു കെയിൽ പുറത്ത് പാർക്കുകളിലേക്കൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ അന്ന് വന്ന് നിന്ന് ആ പോയിന്റിൽ വന്ന് നിന്നു. സണ്ണി ഹിൽ പാർക്കിൻ്റെ ആക്റ്റീവ് ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് നമ്മൾ നിൽക്കുന്ന പോയിന്റ് നമ്മൾ അന്ന് കാണിച്ചതാണ്. ഇവിടുന്ന് സെയിം റൂട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നും വീണ്ടും റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മരങ്ങളുടെ ഒരു അവസ്ഥ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ അറിയാം, നിറയെ ഇലകളായിട്ടായിരുന്നു എല്ലാ മരങ്ങളും. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഇലയെല്ലാം ഓൾറെഡി കൊഴിഞ്ഞു പോയി. പക്ഷേ ഇലയൊന്നും ഇല്ലെങ്കിലും ഈ മരത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ല. ആ ഒരു മരം നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആദ്യമാണ്. ഈ ഫെബ്രുവരി അവസാനിച്ച് മാർച്ചിലോട്ട് കിടക്കുന്നതോടുകൂടി എല്ലാ ചെടികളിലും എല്ലാ മരങ്ങളിലും എല്ലാം ഇല വന്നു തുടങ്ങും. ഈ ഒരു ചെറിയ റൗണ്ട് ബോട്ടിലുള്ള ഒരു ട്രീ കണ്ടോ, സമ്മറിൽ നിറയെ ഇലകളായിട്ട് നിന്നൊരു മരമാണിതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ചെളി കൂടി കിടക്കുന്നത്. റോട്ടിലെല്ലാം അത്യാവശ്യം വെള്ളമുണ്ട്. ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രൗണ്ടിലുള്ള പുല്ലുകളെല്ലാം നല്ല രീതിയിൽ തഴച്ചു വളർന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ മനസ്സിലായോ? ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറുക്കൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുറുക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. പക്ഷെ ആരെയും കണ്ടില്ല ഞാനിന്ന്.
നമ്മൾ സമ്മറിൽ വന്നപ്പോഴും ഈ ഒരു പോയിന്റിൽ വന്നു നിന്ന് ഇതുപോലൊരു ഫ്രെയിം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രെയിമിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. വിൻ്ററിലും സമ്മറിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും ശരിക്കും. ഇതാ താഴെയുള്ളത് നമ്മൾ സമ്മർ ടൈമിൽ എടുത്തതാണ്, നിറച്ച് ഇലകൾ. സെയിം ഫ്രെയിം തന്നെ മുകളിലോട്ട് വരുമ്പോൾ കണ്ടില്ലേ വിൻ്ററിൽ. ഇത് കൗൺസിലിൽ നിന്ന് ആളുകൾ ബിൻ ക്ലിയർ ചെയ്യാൻ വന്നേക്കുന്നതാണ്. അവരതിനകത്ത് ഓൾറെഡി ഉള്ള ബാഗ് ക്ലിയർ ചെയ്തിട്ട് അതിനകത്തേക്ക് പുതിയ പ്ലാസ്റ്റിക് ബാഗ് വയ്ക്കും. ഈ കാണുന്ന റെഡ് ബോക്സ് കൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ? ആ കാണുന്ന ഗ്രീൻ ബോക്സ് നമ്മുടെ ജനറൽ വേസ്റ്റ് ഇടാനുള്ളതും ഈ കാണുന്ന റെഡ് ബോക്സ് പട്ടിയുടെ അപ്പി ഇടാനുള്ളതാണ്. ഇവിടെ ഡോഗ് വാക്കേഴ്സിൻ്റെ എല്ലാം കയ്യിൽ ഒരു കവറിൻ്റെ കിറ്റ് ഉണ്ടാവും. അതൊരു ചെറിയ കവറാണ്, ഒരു പ്ലാസ്റ്റിക് കവർ. പട്ടി അപ്പി ഇട്ട് കഴിഞ്ഞാൽ അവർ ആ കവർ എടുത്ത് അത് ഗ്ലൗസ് പോലെ ആക്കി കൈ കൊണ്ട് തന്നെ അവരുടെ പട്ടി അപ്പി എടുത്ത് അതിനുശേഷം അത് കെട്ടി ഈ ബിന്നിൽ നിക്ഷേപിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ ഡോഗ് അവിടെ അപ്പി ഇടുന്നുണ്ട്, കണ്ടോ? യെസ്, പുള്ളി കവർ എടുക്കുന്നുണ്ടോ? പുള്ളി അത് കൈ കൊണ്ട് എടുത്തു, അതിനുശേഷം അത് കെട്ടി ഇനി അത് ഈ ബിന്നിൽ ഡിസ്പോസ് ചെയ്യും. ഈ പാർക്കിൽ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ UK പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഒരു ബിന്നുണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതില്ലാത്തടുത്ത ആളുകൾ ജനറൽ വേസ്റ്റിലും ഈ വേസ്റ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇറക്കം കണ്ടോ? ഇത് നമ്മൾ അന്ന് ഇറങ്ങി വന്ന് ഇറക്കാട്ടോ. ഈ ഇറങ്ങി നമ്മളിവിടെ താഴെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ കുന്ന് കാണാം. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, സമ്മറിൽ നിറയെ ഇലകളായിട്ട് നിന്ന മരങ്ങളാണ് ഇതെല്ലാം. ഈ കയറ്റം കയറി വരുമ്പോൾ ഒരു മരം കണ്ടോ? നമ്മൾ കഴിഞ്ഞ സമ്മറിന് വരുമ്പോൾ നിറയെ ഇലകളായിട്ട് നിന്നൊരു മരമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഒടിഞ്ഞുപോയി. ഇവിടെ നോക്കുമ്പോൾ അങ്ങ് അകലെ കുറേ ബിൽഡിങ്ങുകളെല്ലാം കാണാം. അവിടെ നേരെ കാണുന്നത് കോളിൻഡെയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബേൺഡോഗും അതിനപ്പുറം എഡ്ജ്വെയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കോളിൻഡെയിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കിങ്സ്ബറി എന്ന് പറയുന്ന ഒരു സ്ഥലവും അതിനപ്പുറത്തേക്ക് വെംബ്ലിയാണ്. വെംബ്ലി സ്റ്റേഡിയം ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള വെംബ്ലി സ്റ്റേഡിയം, അതിൻ്റെ ആർച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഇലകളെല്ലാം വന്നു തുടങ്ങി എന്നുള്ളത്. കണ്ടില്ലേ, ഈ മരത്തിൻ്റെ തുമ്പത്തൊക്കെ ഇല ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം അവസാനം ആവുന്നതോടുകൂടി എല്ലാം നല്ല രീതിയിൽ കിളുത്തു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലണ്ടനിലെ പാർക്കുകളുടെ എല്ലാം മഞ്ഞുകാലത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രയാണം ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.